കാൽ നൂറ്റാണ്ടിന് ശേഷം കൊല്ലം തിരിച്ചുപിടിച്ച UDF. ഇടത് കോട്ടയായ കൊല്ലം കോർപ്പറേഷൻ കൈവിട്ടു പോയതോടെ LDF കേന്ദ്രങ്ങളിൽ കൊണ്ടുപിടിച്ച പരിശോധനകളാണ് നടക്കുന്നത്. തോൽവിക്ക് പിന്നിൽ ഭരണവിരുദ്ധ വികാരം മാത്രമാണോ എന്നതാണ് ഉയരുന്ന ചോദ്യം. വിനീഷ് കൊട്ടാരക്കരയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനീഷ്, നമുക്കറിയാം കോർപ്പറേഷനുകളിൽ മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രചാരണത്തിനിറങ്ങിയത്. 6 കോർപ്പറേഷനിൽ 4 UDF പിടിച്ചിരിക്കുന്നു. അതിൽ UDFന് തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നത് കൊല്ലത്തെ ഉജ്ജ്വല വിജയം തന്നെയാണ്. അക്കാര്യത്തിൽ തർക്കമില്ല. എന്താണ് ഇടത് സർക്കാരിനെ താഴെയിറക്കാൻ അല്ലെങ്കിൽ ഇടതു ഭരണത്തെ അവസാനിപ്പിക്കാൻ കൊല്ലം ജനതയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ? തീർച്ചയായും ഭവ്യ, കൊല്ലം ജില്ലയിലെ LDFന് ജില്ലാ പഞ്ചായത്ത് ഒഴികെ മറ്റിടങ്ങളിലെല്ലാം ഭരണം നഷ്ടമായ സാഹചര്യമാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് UDF കൊല്ലം കോർപ്പറേഷൻ പിടിച്ചെടുത്തത്. ജില്ലയിലെ നഗരങ്ങളിലും ഗ്രാമപഞ്ചായത്തുകളിലുമെല്ലാം ഇടത് കോട്ടകളിൽ വലിയ വിള്ളലാണ് സംഭവിച്ചിരിക്കുന്നത്. UDFന്റെ വലിയ മുന്നേറ്റം കാണാനുമായി. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് LDF നിലനിർത്തിയെങ്കിലും 3 സീറ്റ് ഉണ്ടായിരുന്ന UDF അത് 10 സീറ്റിലേക്ക് വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ ജില്ലയിൽ 4 നഗരസഭകളാണ് ഭവ്യ ഉള്ളത്. ഇടതിന് സ്വാധീനമുണ്ടായിരുന്ന കരുനാഗപ്പള്ളി നഗരസഭ UDF പിടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ UDF ഭരിച്ചിരുന്ന പരവൂർ നഗരസഭ ഇത്തവണ LDF പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ കരുനാഗപ്പള്ളി നഗരസഭയെ കുറിച്ച് നമുക്കറിയാം, ഇടത് കോട്ടയായിരുന്നു. അവിടെ ഉണ്ടായ വിഭാഗീയ പ്രശ്നങ്ങൾക്ക് തന്നെയാണ് ഇടതിന് ഭരണം നഷ്ടമാകാൻ ഇടയായത്. അതുപോലെ തന്നെ UDF കഴിഞ്ഞ ദിവസം തോസിട്ടായിരുന്നു ആ ഭരണം പരവൂർ നഗരസഭയിൽ ഭരണം നേടിയത്. ഇപ്പോൾ അത് LDF പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 3 ഇടങ്ങളിൽ LDF ഒരിടത്തും UDF ഭരണം പിടിച്ചെടുത്ത സാഹചര്യമാണ് ഉള്ളത്. അതുപോലെ തന്നെ 11 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് നമുക്ക് ജില്ലയിലുള്ളത്. ഇതിൽ 7 ഇടത്ത് LDFും 3 ഇടത്ത് UDFുമാണ് വിജയിച്ചത്. ഒരിടത്ത് സമനിലയിലാണ് ഉള്ളത്. കഴിഞ്ഞ തവണ ഒരിടത്ത് മാത്രം വിജയിച്ച ജില്ലയിലാണ് UDF 3 ഇടത്ത് വിജയിച്ചത്. അതും വലിയൊരു മുന്നേറ്റം തന്നെയാണ്. ഇനി നമുക്ക് ഗ്രാമപഞ്ചായത്തിലേക്ക് വരാം. 68 ഗ്രാമപഞ്ചായത്തുകളാണ് ജില്ലയിലുള്ളത്. 32 എണ്ണമാണ് ഇത്തവണ UDF നേടിയത്. LDF 34 നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ BJPയും 2 സീറ്റുകൾ നേടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 2020 LDF 44 സീറ്റുകൾ നേടി തിളങ്ങിയപ്പോഴാണ് UDFന് 18 സീറ്റ് മാത്രമേ അന്ന് നേടാൻ സാധിച്ചിരുന്നുള്ളൂ. ആ സ്ഥലത്താണ് ഇപ്പോൾ 33 സീറ്റ് നേടി UDF വലിയൊരു മുന്നേറ്റം കുറിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ NDAയ്ക്കും ജില്ലയിൽ വലിയ മുന്നേറ്റമാണ്. പല സ്ഥലങ്ങളിലും അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിലടക്കം NDA അക്കൗണ്ട് തുറന്നു. അതുപോലെ തന്നെ ഇടതിന്റെ ഉരുക്കുകോട്ട എന്ന് പറയുന്ന കടക്കൽ ഭാഗങ്ങളിൽ ഒരു വാർഡിൽ NDA വിജയിച്ചു. അത് വലിയ ഒരു മുന്നേറ്റത്തിന് തുടക്കമായിട്ടാണ് NDA കാണുന്നത്. എന്തായാലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ UDFന് വലിയ മുന്നേറ്റം, NDAയ്ക്കും അതുപോലെ മുന്നേറ്റം, LDFന് വലിയൊരു തകർച്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതാണ് നമുക്കറിയാം, കൊല്ലം കോർപ്പറേഷൻ ചരിത്രത്തിൽ ആദ്യമായാണ് വിനീഷ ഇത്തരത്തിൽ UDFന് സ്വന്തമാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇനി അങ്ങോട്ടുണ്ടാവുക ആരായിരിക്കും മേയർ എന്നുള്ള ചർച്ച ഒരു ഭാഗത്ത് നടക്കും. അതേസമയം തന്നെ എന്താണ് സംഭവിച്ചത്, അതാണ് പ്രധാനമായും ഇനി ഉണ്ടാകാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇടകീറുള്ള ഒരു പരിശോധനയ്ക്ക് ആയിരിക്കും പ്രത്യേകിച്ചും LDF അടക്കം തിടുക്കം കൂട്ടുന്നത്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇതിന്റെ ഇന്നലെ തന്നെ നമുക്കറിയാൻ കഴിയുന്നത് എന്താണ് ഈ പരാജയ കാരണം, എവിടെയാണ് പരാജയം സംഭവിക്കാനിടയായ സാഹചര്യം, ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അവർ ചർച്ച ചെയ്യും. തുടർ പ്രവർത്തനങ്ങൾ സജീവമാകും എന്നൊക്കെയാണ് വിശദീകരണം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് UDFന്റെ ജയിച്ച സ്ഥാനാർത്ഥികളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അങ്ങനെ എന്തായാലും അവരും മുന്നണികൾ ഇനിയും സജീവമാകാനുള്ള വലിയൊരു സാധ്യത ഉണ്ടാകുന്നുണ്ട്. എന്തായാലും കോർപ്പറേഷൻ ഭരണം UDFന്റെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നു. അത് ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടായ ഒരു സംഭവമാണ്. അത് തുടർന്നുള്ള ഭരണ നേട്ടത്തിനെല്ലാം തുടർച്ചയ്ക്കെല്ലാം ഒരു വലിയ ഒരു കരുത്തായിട്ട് തന്നെയാണ് കാണുന്നതും. എന്തായാലും LDF കേന്ദ്രങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു തകർച്ച, അതെന്താണ് സംഭവിച്ചത്? കരുനാഗപ്പള്ളിയിലടക്കം വിഭാഗീയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പാർട്ടിയിൽ നിന്നും കുറെ പേർ പൊഴിഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ മലയോര മേഖലയായ കടക്കൽ ചിത്ര മേഖലകളിൽ ഇത്തരം പാർട്ടിയിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ, ഒരുപാട് പേർ പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യം, ഇതെല്ലാം മന്ത്രിമാരുടെ മണ്ഡലത്തിൽ തന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. പത്തനാപുരത്ത് സമാനമായ സ്ഥിതി ഉണ്ടാകുന്നു. ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതെല്ലാം തന്നെ ഒരു ഭരണ തകർച്ചയിലേക്ക് എത്തുന്നു. ഇതെല്ലാം വളരെ ഗൗരവത്തോട് തന്നെയാണ് കാണുന്നത്. വരും നാളുകളിൽ ഇതിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.